പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, മരണങ്ങൾ നരകപ്പെട്ട വ്യക്തിയായി മാറണമേ. സമാധാനത്തിൽ പ്രാർത്ഥിക്കുന്നു, സുഖങ്ങളാൽ പ്രാർത്ഥിക്കുന്നു, അതിനാശത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്നേഹാസത്തിൽ പ്രാർത്ഥിക്കുന്നു, പരിയാസത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ പ്രത്യേകം ഈ ശരീരങ്ങൾക്കായിരുന്നാലും സുഖം കഴിക്കുന്നതുമായ ഉള്ളപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസിന് സുവിശേഷത്തിനുള്ള വായന അധ്യായം 5 വചനങ്ങൾ 25 മുതൽ 34 വരെ. പന്ത്രണ്ട് വർഷമായി രക്തസ്വാമുല സ്പർശി ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവരുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ
അവൻ അവന്റെ തെങ്ങിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ദക്ഷണം അവളുടെ രക്തസ്വഭാവം നിലച്ചു. താൻ രോഗമുക്തയായി ഇരിക്കണമെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ നിമിർന്ന് ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിന്നെ ചുറ്റും കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണു സ്വന്തം സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, നീ ആയതിൽ നിന്ന് വിമുക്തയായി തീരുക. സ്നേഹമുള്ളവരെ, 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. 12 വർഷം ഭവനം പണിയാൻ പറ്റാത്ത അവസ്ഥയാണ്. 12 വർഷം എനിക്ക് ജോലി കിട്ടണം ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത അവസ്ഥയാണ്. 12 വർഷം എൻ്റെ തലവേദന മാറിയിട്ടില്ല. 12 വർഷം എൻ്റെ മുട്ടുവേദന മാറിയിട്ടില്ല. 12 വർഷം ജോലി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്, കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്, കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. 12 വർഷം എനിക്ക് സന്താന സൗഭാഗ്യമുണ്ട്. 12 വർഷം പഠിച്ചിട്ടും പാസ്സാവാൻ പറ്റുന്നുണ്ട്. 12 വർഷമായിട്ടും ഞാൻ എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 12 വർഷമായിട്ടും എൻ്റെ ബിസിനസ് മേഖല വളർന്നിട്ടില്ല. 12 വർഷമായിട്ടും എൻ്റെ കടബാധ്യത മാറിയിട്ടില്ല. 12 വർഷമായിട്ടും എൻ്റെ വസ്തു വിൽക്കുന്നില്ല. 12 വർഷമായിട്ടും എന്നെ കൊണ്ടുപോയി മേടിക്കാൻ പറ്റുന്നില്ല. 12 വർഷമായിട്ടും എൻ്റെ മകൾക്ക് കല്യാണം കഴിപ്പിക്കണമെന്ന് ഓർക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പറ്റുന്നില്ല. ഇങ്ങനെ 12 വർഷം. ചിലപ്പോൾ ഈ സ്ത്രീക്ക് 12 വർഷമായിരിക്കാം, നിങ്ങൾക്ക് 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം, 6 ആയിരിക്കാം, 8, 9, 10 ആയിരിക്കാം, 12 കൂടുതലായിരിക്കാം. പക്ഷെ ഇവർക്ക് 12 വർഷം. ഇവർക്ക് ഉള്ളത് രക്തസ്രാവമുള്ള അസുഖം, നിങ്ങൾക്കുള്ളത് ജോലി മേഖല അസുഖം, തലവേദന, വയറ്റുവേദന, മുട്ടുവേദന, വീട് ഭവനം പണിയാൻ പറ്റുന്ന അവസ്ഥ, തൊഴിൽ മേഖലയിൽ വീഴ്ച, ഇങ്ങനെ പല രീതികളിൽ പല വീഴ്ച, പല രീതികളിൽ പല ബുദ്ധിമുട്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ കിട്ടുന്നില്ല. 2 വർഷമായിട്ട്, 1 വർഷമായിട്ട്, 6 മാസമായിട്ട്, ഇങ്ങനെ പല വീഴ്ചകൾ, പല ബുദ്ധിമുട്ടുകൾ. ഈ ഉള്ള അവസരത്തിൽ ഇതേപോലെ അവൾ അന്ന് പിന്നെ നിങ്ങൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പുരുഷനുണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി പല സ്കൂൾ, പല കോളേജസ്, പല ടെക്നിക്കൽ സ്കൂൾ കയറിക്കിറങ്ങി കിട്ടുന്നില്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. പല ഓഫീസ് കയറി ഇറങ്ങുക. ഇവൻ വൈദ്യന്മാരുടെ അടുത്ത് കയറി ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ പല മേഖലയിൽ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഓനെ കിട്ടാൻ അവസ്ഥ ബുദ്ധിമുട്ടാണ്. പല ആശുപത്രി ഓപ്പറേഷൻ വേണ്ടി പോവുക, ഓന് ശരിയാവുന്നില്ല. പല രോഗങ്ങൾക്ക് പല ഇടങ്ങളിൽ പോവാം. മെഡിസിന്റെയും അമാൽ മറ്റേ ലോയല അപ്പന്തോ
ഇങ്ങനെ പല ആശുപത്രി നിങ്ങൾ കയറി ഇറങ്ങുന്നത് പറ്റുന്നത് അടുത്തും ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ നഷ്ടപ്പെടുകയും അളഞ്ഞത് മിച്ചം, പോയത് നമുക്ക്, പോയി വന്നത് നമുക്ക് ലാഭം, അങ്ങനെ ഒരു സ്ഥിതിയിൽ നഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും പാരും ജോലി പോകുന്നുണ്ട്. പക്ഷേ ഏജൻസി വിശ്വസിച്ച് പൈസ അടച്ച് പൈസ പോയി, ചെലവഴിച്ചതേ ഉള്ളു, നഷ്ടപ്പെട്ട് ചെലവഴിക്കുകയും ചെയ്തിട്ടും അവിടെ സ്ഥിതി മെച്ചപ്പെടുകയില്ല, കൂടുതൽ രോഗമാവുകയാണ് ചെയ്തത്. മെച്ചപ്പെട്ടിട്ടില്ല, കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം. വ്യാപാരം മെച്ചപ്പെടുന്നുണ്ട്, രോഗം കൂടുതലായിട്ട് പോകുന്നുണ്ട്, പഠിച്ച് പാസ്സാക്കാൻ പറ്റില്ല, വീണ്ടും ഫെയിലാവുക, ജന്മനിലം പഠിക്കാൻ പോയി അതും ഫെയിലാവുക, ജോലി കിട്ടില്ല, വീണ്ടും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതാ പറഞ്ഞതിന്റെ ഇഷ്ടം. പഠിക്കാൻ പോകുന്നുണ്ട്, അവിടെയുള്ള പയ്യന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ വിട്ടുപോകാൻ വേണ്ടി ഇങ്ങനെ പാക്കൾ കൊടുത്ത് നിർബന്ധിച്ച് ആളാക്കുന്നത്. അങ്ങനെയും ചില നല്ല കുട്ടികളിൽ പെട്ടുപോകും, ചില കുട്ടികൾ പെടാൻ വേണ്ടി ആക്രമിക്കുകയും ചെയ്യും. കോളേജ് അന്തരീക്ഷം, UTC പേരിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും. ഇങ്ങനെയുള്ള നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവരുടെ സ്ഥിതി മെച്ചപ്പെടുകയും കൂടുതൽ ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും യേശുവിനെ കുറിച്ച് കേട്ടിരുന്ന ഒറ്റരിഷ്ടം കൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുക. ഈശോനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയോടും ഇവിടെ ഉണ്ടാവുന്നില്ല. നല്ല ഒരു സമയമാണ്. ഇരുന്ന് ഉറങ്ങാൻ, കിടക്കാൻ, ജോലി ചെയ്യാൻ എത്രയോ മേഖലകളുണ്ട്, എത്രയോ ജോലികളുണ്ട്, പ്രവൃത്തികളുണ്ട് ചെയ്യാനുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുക. നിങ്ങൾ വേറെ ജോലിയില്ലേ, വേറെ സമയമില്ലേ? ഈ സമയത്ത് ഈശോ ഉണ്ട് എന്നുള്ള കാര്യം യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. യേശുവിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അവൻ അന്ന് അറിഞ്ഞതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഹൃദയത്തിൽ സ്വന്തമാക്കിയത് കൊണ്ട്, അറിഞ്ഞത് കൊണ്ട് ആ ഒറ്റ റീസൺ മാത്രമാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഇരിക്കാനുള്ള വരം നൽകി ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഭാഗ്യവാന്കൾ ഭാഗ്യവതികളാണ്. അപ്പൊ കേട്ടിരുന്നു, നിങ്ങളും കേട്ടിരുന്നു. നിങ്ങൾ വിചാരിച്ച് ഇതുപോലെ ഇതേക്കുറിച്ച് വേറെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്ന് ഈശോ ഇങ്ങനെ പ്രസംഗം പറയണം അല്ല? ഇതൊക്കെ മുമ്പ് പ്രസംഗിച്ചറിയോ? തത്വശാസ്ത്രീയെ മാത്രം കുറിച്ച് പറഞ്ഞു. ഇപ്പൊ മൊത്തത്തില് പറയാം, മൊത്തത്തില് പറയാൻ പറ്റും. ഇത് നല്ല സൂപ്പർ. കേട്ടിരുന്നു. അത് നിങ്ങൾ കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. ഇത് എല്ലാം ജനക്കൂട്ടമാണ്, ധ്യാനമാണ്. ധ്യാനത്തിൽ യേശുവെ കണ്ടിരുന്നു, കേട്ടിരുന്നു, അനുഭവിച്ചിരുന്നു. ആ അനുഭവിച്ചിരുന്ന വസ്ത്രത്തിന് കൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ ഓരോ വ്യക്തിയും തനി വ്യക്തിയല്ല. ഇവിടെ അച്ഛൻ തനി വ്യക്തിയല്ല. ജനക്കൂട്ടത്തിനിടയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ടിരിക്കുന്നു, എഴുതുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവസരമാണ്. യേശുവിനെ കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. ഇപ്പോൾ നിങ്ങളെല്ലാം ഈശോയെ സ്പർശിച്ചിട്ടുണ്ടോ? ഞാൻ പറയുക യെസ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞ യെസ്സിന് പറഞ്ഞ കാരണം നിങ്ങൾ പറയുന്നത് എന്നാൽ യെസ്സാണ്. ഇവിടെ ഈശോയെ സ്പർശിച്ചു. ഇപ്പോൾ നിങ്ങൾ ഈശോയെ സ്പർശിച്ചിട്ടുണ്ടോ? നല്ല ഒരു വിഷയം, നല്ല ഒരു കാരണം നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അന്ന് ഈ സ്ത്രീ ഈശോയെ ഇടയിൽ നിന്ന് നല്ല ഒരു വചനം ജാലിതനും വസ്ത്രത്തിൽ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. വസ്ത്രത്തിൽ സ്പർശിച്ചു. ഇന്ന് നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കണം. അതിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞ് സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ? വെരി ഗുഡ്. വെരി ഗുഡ്. ഈ ആരാധനയിൽ ആദ്യം തിരുബലിയാണ്. തിരുബലി കടന്റെ അടുത്ത് ആരാധന ഇറങ്ങി വരുന്ന ദൈവമാണ്. ആരാധനയ്ക്ക് അടുത്ത് കൊന്തയിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. കൊന്തയ്ക്ക് അടുത്ത് കുടുംബ പ്രാർത്ഥന ഇറങ്ങി വരുന്ന ദൈവമാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് അടുത്ത് തനിജപം പ്രാർത്ഥന, സ്വയ പ്രാർത്ഥന.
കുടുംബ പ്രാർത്ഥനയ്ക്ക് അടുത്ത് സ്വയ പ്രാർത്ഥന ഇറങ്ങി വരുന്ന വ്യക്തിയാണ്. ഇതാണ് ദൈവത്തിന്റെ ഇറങ്ങി വരുന്ന രീതി. ഇറങ്ങി വരുന്ന രീതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തേ പറ്റും. അതുകൊണ്ട് ഒന്നും പോലെ അതിൽ സ്വയമേ പ്രാർത്ഥിക്കണ പപ്പ പറയുന്നത്, മമ്മി പറയുന്നത്. അത് ദിവ്യബലി മഹത്താണ് ഒരു വരവ്. ആ മഹത്താണ് വരവ് ആരാധന കടന്നു വരുന്ന രണ്ടാമത്തെ മഹത്താണ് വരവ്. ഈ ദിവ്യബലിയിലും ആരാധനയിലും തീർച്ചയായിട്ട് സെയിം രീതിക്ക് സ്പർശിക്കാം. സെയിം രീതിക്ക് സ്പർശിക്കാം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും അത്ഭുതം നടക്കണമെങ്കിൽ, നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അത് ഒറ്റ റീസൺ ആരാധന. കൃപാസനം ഒരുപാട് അത്ഭുതങ്ങൾ. അവിടെ ജോസഫ് അച്ഛൻ സൂപ്പറാണ്. ആരാധനാഥനെക്കാട്ടിലും സൂപ്പറാണ്. ആരാധനയിൽ ഇരിക്കണം. ഈശോ നിങ്ങളുടെ അപ്പ, എന്റെ അപ്പ, നിങ്ങളുടെ നായകൻ, എന്റെ നായകൻ, നിങ്ങളുടെ രക്ഷകൻ, എന്റെ രക്ഷകൻ, ലോക രക്ഷകൻ അറിയപ്പെടുന്ന ക്രിസ്തുരാജാവാണ് ഈ ആരാധനയിൽ നിന്നുകൊണ്ടിരിക്കുന്നത്, ഇരുന്നുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അവനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. ആ സ്ത്രീ അന്ന് സ്പർശിച്ച് എന്നിങ്ങനെ എല്ലാവരും സ്പർശിച്ചു കൊണ്ടിരിക്കണം. ഈശോ ഉണ്ടെന്നു. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ച ഈശോ എടുത്ത് നിങ്ങൾ അടുത്ത് വരുന്നത്. തൊടുമ്പോ ഒരുപാട് ആൾക്കാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈശോയെ കൊണ്ട് അടുത്ത് വരുമ്പോൾ തൊട്ട് തലയിൽ വയ്ക്കുക, തലവേദന മാറുന്നുണ്ട്. തൊട്ട് വയറ്റിൽ വയ്ക്കുക, വയറ്റുവേദന മാറുന്നുണ്ട്. തൊട്ട് ഗർഭത്തിൽ വയ്ക്കുക, ഗർഭത്തിലുള്ള ശിശു മുഴ മാറുന്നുണ്ട്. തൊട്ട് ഈ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് മാറുന്നുണ്ട്. അതുപോലെ മാറി വയ്ക്കൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സ്പർശിക്കണം. അന്ന് വസ്ത്രത്തിൽ സ്പർശിച്ച് പിന്നിൽ ചെന്ന് അപ്പൊ അതേപോലെ ഈശോയുടെ ആ സാന്നിധ്യത്തെ മനസ്സിലാക്കിയെങ്കിൽ ഇന്ന് ഈശോ ഇപ്പൊ അടുത്ത് വേണം. എങ്ങനെ വെള്ളിയാഴ്ച കൊണ്ടുവന്നോ അതുപോലെ പിന്നെ കൊണ്ടുവരാൻ പോകുക. നിന്റെ നിയോഗത്തെ സമർപ്പിക്കുക, നിന്റെ പ്രാർത്ഥനയെ സമർപ്പിക്കുക, തൊട്ട് സ്പർശിക്കും. ഈശോ നിങ്ങളെ സ്പർശിക്കും. അങ്ങനെ ചെയ്യാം. പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ച് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. ഇപ്പൊ നിങ്ങൾ ഈശോയെ ആരാധന നടക്കുന്നുണ്ട്. ആരാധന നീ ഇറങ്ങി വരുമ്പോൾ നിന്നെ തൊട്ടാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. എന്നുള്ള ചിന്തയെ മാത്രമല്ല, ചിന്തയെ കാട്ടിലെ വിശ്വാസം വേണം. അതാ ലെവൽ. അതുകൊണ്ട് ചിന്ത വേറെ, ചിന്തയെ കടത്തിവിടുന്ന വിശ്വാസം. ചിന്തിക്കുന്നത് ശരി, പോവാം. പോയി ഇരുന്ന് പിന്നിൽ ചെന്ന് ഇരുന്ന് സ്പർശിക്കുന്നത് വിശ്വാസം. ഇവിടെ അപ്പോ ഇപ്പൊ വരും, ഈശോത്തെ ഇറങ്ങി വരും. അപ്പോ തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അതേപോലെ ഇന്ന് എന്റെ തലവേദന ഈശോ നീ ഇറങ്ങി വരുമ്പോ ഞാൻ നിന്നെ തൊട്ടാൽ എന്റെ തലവേദന മാറും എന്ന് വിചാരിക്കണം. നിന്നെ തൊട്ടാൽ എനിക്ക് അഡ്മിഷൻ കിട്ടും എന്ന് വിചാരിക്കണം. നിന്നെ തൊട്ടാൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കണം. നീ തൊട്ടാൽ എനിക്ക് പാസ്സാകാൻ പറ്റും എന്ന് വിചാരിക്കണം. നീ തൊട്ടാൽ ഈ എക്സാമിൽ ഞാൻ നിലച്ച് നിൽക്കണം, കയറി വേണമെന്ന് വിചാരിക്കണം. നീ തൊട്ടാൽ എന്റെ ഭവന പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കണം. നിന്നെ തൊട്ടാൽ എനിക്ക് എന്റെ കടബാധ മാറുമെന്ന് നീ വിചാരിക്കണം. നിന്നെ ഞാൻ തൊട്ടാൽ നീ എനിക്ക് എന്റെ കടബാധ മാറ്റി തന്നിട്ട് എനിക്ക് ഉള്ള ആ ജപ്തിയെ മാറ്റി തരുമെന്നുള്ള ചിന്ത നീ വിചാരിക്കണം. ഇതെല്ലാം ഇങ്ങനെ മാറ്റി തരണം. അവൾ വിചാരിച്ചു. അതേപോലെ ഞാൻ നിന്നെ തൊട്ടാൽ എന്റെ നഷ്ടപ്പെട്ടു പോയ ജോലി വീണ്ടും കിട്ടുമെന്നുള്ള ചിന്ത നിനക്ക് വരണം. നീ ചിന്തിക്കണം, നീ വിചാരിക്കണം. അവൾ വിചാരിച്ചു. ചുമ്മാ നിന്നെ തൊടുള്ളൂ. നീ വിചാരിക്കണം, നീ ഇഷ്ടപ്പെടണം, നീ കേൾക്കണം, നീ ചോദിക്കണം, നീ യാചിക്കണം, നീ പ്രാർത്ഥിക്കണം. നീ അവളും വിചാരിച്ചിട്ടുണ്ട്. അത്ഭുതം നടക്കുന്നുണ്ട്. എന്റെ മകനക്ക് കുഞ്ഞില്ല, എന്റെ മകനക്ക് കുഞ്ഞില്ല, എന്റെ മരുമകനക്ക് സന്താന സൗഭാഗ്യമല്ല എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. ഈ ആരാധനയിൽ ഈശോ കടന്നു വരുമ്പോൾ വിചാരിക്കണം, സ്പർശിച്ചിട്ട് വിചാരിക്കണം. അവർ സ്പർശിച്ച് പിന്നെ വിചാരിച്ചു, കിട്ടി, എല്ലാം കിട്ടി, കാരണം എല്ലാം കിട്ടി. അപ്പോ ദൂരെ എന്റെ മകനുണ്ട്, ജോലി കിട്ടുന്നില്ല, ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അപ്പൊ മകനെ ഓർത്തിട്ട് നീത്തോട് അവൻ അവിടെ രക്ഷപ്പെടും. ഇന്ത്യക്ക് മാത്രമല്ല ക്ലാർവൈൻസ് ഉണ്ട്. നമുക്കും നിങ്ങൾക്കും എനിക്കും ഉള്ളത് തലപതിയാണ്. ഇവിടെ ഓർത്താൽ അവിടെ മകൾ അങ്ങനെ ചെയ്യും, ഇവിടെ ഓർത്താൽ അവിടെ ഭർത്താവ് അങ്ങനെ ചെയ്യും, അവിടെ ഭർത്താവ് ഓർത്താൽ ഇവിടെ ഭാര്യ അങ്ങനെ ചെയ്യും. ഇതെല്ലാം തലപതിയാണ്, ഫീലിങ്സ് ആണ്, ഫീലിങ്സ് ലെവലാണ്, സെന്റിയാണ്. സെന്റിയെ കടത്തിവിട്ടവനാണ് ഈശോ. ഫീലിങ്സ് കടത്തിവിട്ടാണ് ഈശോ. ഇതെല്ലാം കടത്തിവിട്ടവനാണ് ഈശോ. അവനക്ക് പേര് ക്ലാർവൈൻസ്.
ഇവിടെ നിന്നുകൊണ്ട് അവിടെ അത്ഭുതം പ്രവർത്തിക്കണാണ് ഇവൻ. ഇവിടെ നിന്നുകൊണ്ട് എന്റെ മകൻ ആൽമോസ്റ്റ് പ്രാന്തനാകുന്ന സ്ഥിതിക്ക് ആയിക്കൊണ്ടിരിക്കുക. കുടിച്ച് 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 പ്രാന്തനായിക്കൊണ്ടിരിക്കുക. ഈശോയെ ഇനി ഇറങ്ങി വരുമ്പോ ഇവന് വിചാരിച്ചിരുന്നു, അതേപോലെ ഞാൻ നിന്നെ സ്പർശിക്കാൻ പോവുക, ഞാൻ വിചാരിക്കാൻ പോവുക. എന്റെ മകൻ പാറിലിരിക്കുന്നവൻ, ഈ പ്രാന്തനെ അറിയപ്പെടുന്ന അവൻ നാർമൽ വ്യക്തി എന്ന് അറിയപ്പെടുന്ന ഈശോയെ എന്നെ ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സ്പർശിച്ച് ഇറങ്ങി വരും. ഈ കൃപ നീ തൊടുമ്പോ പൊക്കൽകൊടി ബന്ധത്തിൽ ബന്ധപ്പെട്ട് ആമോൻ അവിടെ സുഖം പ്രാപിക്കാൻ അവനക്ക് ഉറപ്പാണത്. ഇത് സത്യമാണ്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും 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 പ്രധാനപ്പെട്ട ലെവലിൽ നിൽക്കുന്നവൻ ഇവൻ ഈശോ. ഈശോ എല്ലാ ദൈവങ്ങളെക്കാട്ടിലും വേറെ ലെവലിൽ നിൽക്കുന്നവനാണ് ഈ ഈശോ. ഈശോ വിശ്വസിക്ക്, നീ രക്ഷപ്പെടും. എന്റെ മകൾ ദൂരെ പഠിക്കുന്നുണ്ട്, അഹങ്കരിക്കേണ്ട. അവൻ നന്നായിട്ട് പഠിച്ച് നാട്ടിൽ തിരുമണം, വീട്ടിൽ തിരുമണം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ വിചാരിക്കണം, ഇങ്ങനെ സ്പർശിക്കണം. എന്റെ മകൻ എന്റെ പേച്ച കേൾക്കണം, ഞാൻ പറഞ്ഞ അനുസരിക്കണം വിചാരിച്ചാൽ നീ വിചാരിക്കണം, നീ സ്പർശിക്കണം. നീ ഇങ്ങനെ ഇവിടെ ഈശോയെ സ്പർശിക്കണം. എന്റെ മകൻ പിതാവിക്ക് ബന്ധനമുള്ള മകനാണ്, പള്ളിക്ക് വിളിച്ചാൽ വരുന്നില്ല. പിതാവിക്ക് സ്പർശിക്ക്, അവിടെ തൊട്ട് ഈശോ. ഇന്നലെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി വന്ന് പാതപൂജ ദീർഘടി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ചില ആൾക്കാർ കണ്ട് അവരുടെ എല്ലാ തടസ്സങ്ങളും കണ്ണൂർ ദൂരത്തിലൊന്ന് വരുക ലാസ്റ്റ്. നിങ്ങളെ ചിന്തിച്ച് ഇവിടെ ഒരു ക്രിസ്ത്യൻ കൊണ്ടുവന്നതുകൊണ്ട് അഞ്ചൊരു മവളായിരിക്കും എന്നെ ചിന്തിച്ച്, പട്ടകൊല്ലം രാജൻ കൊണ്ടുവന്നത് അഞ്ചൊരു മവളായിരിക്കും ചിന്തിച്ച്. ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ച് അവസാനം എന്താ പറഞ്ഞ നിന്റെ മവളാണ് അങ്ങനെയല്ല. പിന്നെതാ എല്ലാ ചരിത്രം പറഞ്ഞു. ചിന്തിച്ച് വിചാരിച്ച് സ്പർശിച്ച് അത്ഭുതം കിട്ടുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് അവൾക്ക് ഒരു മുസ്ലിം കുട്ടിയാണ്. ഇവരെ എങ്ങനെ ചെയ്തു അതേപോലെ ചെയ്യാനുള്ള മനപക്വത മനബോധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നടക്കും. അത്രമാത്രം. ഇതുപോലെ ഓരോ മേഖലയിലും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ദക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ദക്ഷണം അവളുടെ പീരീഡിൽ നിന്നുപോയി. അവൾക്ക് സുഖം കിട്ടി. അതേപോലെ 3 മാസം ആട്ടിങ്കൽ 1.5 വർഷമായിട്ട് അത് എങ്ങനെതാ പിടിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. 1.5 വർഷമായിട്ട് ബ്ലീഡിങ് പോയ സ്ത്രീ വന്നിട്ട് രക്ഷപ്പെട്ടു പോയി. അത് അമ്മമാർ മാത്രമേ അത് കഷ്ടപ്പെടറിയാം. നിലച്ചു. ഇവർക്ക് ആ അസുഖം നിലച്ചു. ദക്ഷണം ആരോഗ്യം കിട്ടി. നിനക്ക് പഠനം, എക്സാം, അഡ്മിഷൻ, ജോലി, വീട് വയ്ക്കുന്നത്, ബിസിനസ്, ഇതുപോലെ പല മേഖലകളുണ്ട്. ഈ പല മേഖലയിലും നിങ്ങൾക്ക് കൃപ കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. ഇവർ ചെയ്യണം. വിചാരിക്കണം, ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ട് ഈശോ എന്നെ സ്പർശിക്കും. നീ രക്ഷപ്പെടും. താൻ രോഗവിമുക്തയായി ഇരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഇപ്പൊ മനസ്സിലായി, ഞാൻ രക്ഷപ്പെട്ടു എന്നെ അവൾക്ക് മനസ്സിലായി. അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ആ അനുഭവം കിട്ടും. ഇയാൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. അങ്ങനെയാണെങ്കിൽ ആ അനുഭവം കിട്ടും. ശരിയായി എന്നുള്ളത്. ഞാൻ 10, 12, 13 വർഷത്തിന് മുൻപ് ഈ 10,000 കൂടുതൽ ബെൽറ്റ് ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു മരിക്കുന്നവരെ ഇത് ഇട്ടേ പറ്റൂ. എങ്ങനെ പറഞ്ഞു? ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അച്ഛൻ നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, തളർവാദം വന്നു. അങ്ങനെ പറഞ്ഞു. തളർന്നു പോകും. അതപ്പ ഒരു വാക്ക് തമ്മിൽ ഇതിലെനിക്ക് സെയിമായിട്ടുണ്ട്. രക്ഷപ്പെട്ടു. തമ്മിലും തളർവാദം, ഇതിലും തളർവാദം. രക്ഷപ്പെട്ടു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ എന്റെ പ്രദേശത്തെ കാറിലെ കയറ്റി വെള്ളം കണ്ണിക്ക് ഈ നേർച്ച മാതാവ്
നിന്റെ മൗണ്ട് നീ മധ്യസ്ഥ വയ്ക്കണം, നീ അപേക്ഷിക്കണം. ഞാൻ നിന്റെ മൗണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ഈ ബെൽറ്റ് നീ അവിടെ ആർക്ക് തന്നു. ഈ ബെൽറ്റ് പോകുമ്പോൾ നാഗം പോയില്ലാത്ത തടാക്കം അതിൽ ഊരി കളയും. അപ്പോ നീ എനിക്ക് സൗഖ്യം തന്നു, നന്ദി അർപ്പിക്കാൻ വേണ്ടി വേളാങ്കണ്ണിക്ക് വരണം. തന്നിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് നീ സൗഖ്യം തന്നു, അവരോട് തന്നു, ഞാൻ ബെൽറ്റ് ഊരി ഇവിടെ ഇട്ടിട്ട് ഞാൻ നന്ദി അർപ്പിക്കാൻ വേണ്ടി ഞാൻ വേളാങ്കണ്ണി വന്ന് നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ പള്ളിയിൽ ഞാൻ ഒരു കുർബാന ചൊല്ലും എന്ന് തിരിച്ചു കൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? വേളാങ്കണ്ണി പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരും. പിന്നെ സൗഖ്യം കിട്ടുമ്പോൾ ഇത് ഊരിയിടും. ഇതാണ് നമ്മുടെ നോർമൽ മൈൻഡ്. ഇതാണ് അങ്ങനെ മൈൻഡ്. ഇല്ലെങ്കിൽ സൗഖ്യം കിട്ടിയ ശേഷം പോയി ഒരു പയ്യൻ മീൻ കഴിക്കുമ്പോ മുള്ളകത്ത് കയറി, അതുകൊണ്ട് ജ്യൂസ് ചെയ്യും, മുട്ടുപെണ്ണ് പോലെ ഗോൾഡ് ചെയ്ത് വേളാങ്കണ്ണി കളിച്ചിട്ടുണ്ട്. ഇവனுக்கு ശരിയായ ശേഷം മുട്ടുപെണ്ണ് വെച്ച്, ഇവനുക്ക് കുഞ്ഞു കിട്ടിയ ശേഷം ഒരു തൊട്ടിൽ ഗോൾഡ് ചെയ്ത് വെച്ച്, കാല് ശരിയായിട്ട് കാല് പോലെ ഒരു ഗോൾഡ് ചെയ്ത് വെച്ച്, എല്ലാം ശരിയായ ശേഷമേ നിങ്ങൾ പോയി ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആപ്പോസിറ്റ്, എനിക്ക് എല്ലാം ശരിയായി ഇதை நான் உயிர் കളയുവാ വണ്ടി എടുത്ത ബെൽറ്റ് தான் എന്റെ നോ ബ്രേക്ക്. കാലത്ത് 3 മണിക്ക് എടുത്തത് ഉച്ചയ്ക്ക് ലഞ്ചിക്ക് അവിടെ എത്തി. വേളാങ്കണ്ണി പാർസന്റെ എത്തി. അത്ര സ്പീഡ് 130, 140, 130, 140. അത് എന്റെ കാർ. അതുകൊണ്ട് അത് എന്റെ തന്നെ എന്റെ സെമിനറി കാർ എത്തി. ഭക്ഷണം കഴിച്ച് ഒരു ദിവ്യബലി ചൊല്ലിട്ട് നേരം വെച്ച് ഇന്നും ബെൽറ്റ് ഇട്ടിട്ടില്ല. 13 വർഷമായി ബെൽറ്റ് ഇട്ടിട്ടില്ല. ഡോക്ടർ വന്ന് മരിക്കുന്നവരെ ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥന ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. അത് എക്സാം ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, തലവേദനായിക്കോട്ടെ, വയറ്റുവേദനായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഏത് വ്യാധി ആയിക്കോട്ടെ, നട്ടൽ വേദനായിക്കോട്ടെ, ഏതാ ആയിക്കോട്ടെ, ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം. അപ്പൊ ഇത് ചെയ്യും, നീ രക്ഷപ്പെടും. അടുത്തത് ഈ പദം യഥാർത്ഥമായിട്ട് അടുത്ത ഈശോ ഭാഗത്ത് എന്ത് ചെയ്യുന്നതിന് പറയാൻ പോവാം. ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? യേശുവാകട്ടെ അവൾക്ക് ശ്രദ്ധ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ആദ്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ചിന്തിച്ച് വിചാരിച്ച് സ്പർശിച്ചു. അതുപോലെ നിങ്ങൾ ചിന്തിച്ച് വിചാരിച്ച് സ്പർശിച്ച് എന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്റെ അടുത്ത് ചോദിക്കും, മക്കളെ ഇത്ര പേർ ക്യാമ്പിൽ വന്നിട്ട് എന്നെ ആരാണ് സ്പർശിച്ചത്? അങ്ങനെ ഈശോ ചോദിക്കാൻ പോവാം. ഇപ്പൊ വേറെ ഇറങ്ങി വരും ഈശോ. അപ്പൊ ചോദിക്കാൻ പോവാം. അപ്പം പറയുന്നു, ഞാൻ എന്റെ കഷ്ടം, എന്റെ കഷ്ടപ്പാട്, എന്റെ നിലവിളി, എന്റെ കണ്ണീര് എല്ലാം അപ്പ പറയുന്നു. എന്റെ മകന്, എന്റെ മകള്, എന്റെ മരുമകന്, എന്റെ മരുമകള് എല്ലാവറ്റെയും, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് അപ്പ പറയുന്നു. ഈശോ ചോദിക്കും, അപ്പ പറയുന്നു. അവരോട് പറഞ്ഞു. അത് ജനം മുഴുവൻ ചുറ്റും തിങ്കിക്കൊള്ളുന്നത് കാണുന്നില്ലേ? അപ്പൊ ശിഷ്യന്മാര് ചുമ്മാ എങ്ങനെ കളിയാക്കല്ലേ, ഇത്ര കൂട്ടത്തില് എങ്കിലും കാര്യം നിനക്ക് മാത്രമേ അത് ഈശോയ്ക്കല്ല. ഇത്ര കൂട്ടത്തിൽ ഞാൻ ഫാത്തിമാപുരം അവിടെ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ കൂട്ടം ലാസ്റ്റ് ഡേ അവ ദൈവത്തിന്റെ വെളിപ്പാട്. ഇവിടെ പുറമേ പറയാൻ പറ്റാത്ത ഒരു അസുഖമുള്ള ഒരു യുവാവുണ്ട് എന്ന് പ്രാർത്ഥിച്ചു. ആരാണ്? അവനക്ക് അകത്ത് കയറാൻ കൂടെ മടി. ഇതുപോലെ പുറത്ത് കിണർ പോലെ അതുപോലെ പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചു. പുറമെ പറയാൻ പറ്റാത്ത അസുഖം. ധ്യാനം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കാറിലേക്ക് കാറെടുക്കുമ്പോൾ അവൻ പുറമെ ഇങ്ങനെ കൈ കാണിച്ചു. കുമാറും അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അച്ഛൻ കുറച്ച് പുറത്ത് വരാൻ പറ്റുള്ളൂ. കാരണം കുമാറും ഉള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല. ആർക്കും പറയാൻ പറ്റാത്ത അസുഖം.
വന്ന് അച്ഛൻ പറഞ്ഞല്ലോ ആ അസുഖം എൻ്റെ അടുത്ത് ഉണ്ട്, അച്ഛൻ ദൈവത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അവൻ ചിന്തിച്ചത് നന്നായി. വേറെ ഒരു പയ്യനാണെങ്കിൽ അവൻ എന്നൊരു കുട്ടിയെ നശിപ്പിക്കും. എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, എനിക്ക് കല്യാണം വേണ്ട, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അസുഖത്തിൽ നിലനിൽക്കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ദൈവം എനിക്ക് കൊടുത്ത സമ്മാനമാണ്. ഇനി എന്റെ ഭാഗത്ത് നിന്ന് കല്യാണം എന്റെ വീട്ടിൽ എന്റെ പപ്പ നിർബന്ധിക്കുന്നു, എന്റെ മമ്മി നിർബന്ധിക്കുന്നു, എന്റെ സ്വന്തങ്ങൾ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും യാർക്കും അറിഞ്ഞുകൂടാ. അച്ഛൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചെക്ക് ചെയ്ത ഡോക്ടർക്ക് അറിയാം, ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അച്ഛൻ എന്റെ വീട്ടിലെന്ത് ആൾക്കാർ വന്ന് അച്ഛൻ്റെ പറഞ്ഞ് ഇവിടെ കല്യാണം കഴിക്കാൻ പറയണേ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു വാക്ക് പറയുന്നു വേണ്ട. ഇല്ലെങ്കിൽ എന്റെ വഴി എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തി ഞാൻ ഇങ്ങനെ തന്നെ മരിക്കാം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ നാനും പറയത്തില്ല, മകനെയും പറയില്ല. അവനും ഞാൻ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു, വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വീഡിയോ അവർ അത് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എന്റെ ദൈവം എന്റെ ആശ്രയത്തെ തിരിച്ചെടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവനിപ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം നല്ലവനായി ക്രിസ്തുരാജ അവനക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ചിന്തിക്കണം, വിചാരിക്കണം, സ്പർശിക്കണം, ഏറ്റെടുക്കാനുള്ള മനസ്സ്, അത് സ്വീകരിക്കാനുള്ള മനസ്സ്, സന്തോഷം മുന്നോട്ട് പോകാനുള്ള മനസ്സ് ദൈവം നൽകുക. നമ്മൾ ചിന്തിക്കണം. അടുത്തത് ചോദ്യം, ആരാണ് എന്റെ നസ്രത്തെ സ്പർശിച്ചത്? ചോദ്യം ചോദിക്കുമ്പോൾ നീ പറയുന്നു നാനാണ് എന്ന് പറയുന്നു. ആ പയ്യൻ പാത്രത്തിൽ നാനാണ് എന്ന് വന്ന് പറഞ്ഞു. അവർ രക്ഷപ്പെട്ടു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളെ ഗതിയാക്കലെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി. ശിഷ്യന്മാർ പറഞ്ഞത് കൊണ്ട് അവൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും ചുറ്റും നോക്കി. ആ സ്ത്രീ തനക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. ഇപ്പൊ പറയുന്നു അവര് സത്യം തുറന്നു പറയുക. അതേപോലെ ഈശോ അങ്ങോട്ട് വരുമ്പോ നീ തുറന്നു പറയണം, കാൽക്കൽ വീണ് തുറന്ന് പറയണം. ഞാൻ ഇങ്ങനെയാണ്. ആ മകൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പാപിയാണ്, ഞാൻ ആരും നഷ്ടപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല, ഒരു ജീവിതത്തെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഒന്നൊരു വ്യക്തി നശിപ്പിക്കാൻ ആഗ്രഹമില്ല, ഇങ്ങനെയും ഇരുന്നാൽ മതി. അതേപോലെ നിന്റെ പാവങ്ങളിൽ എന്നെയും കുറിച്ച് പറയണം. ഇപ്പൊ ഈശോ ഇറങ്ങി വരുമ്പോ പറയണം. അത് കേൾക്കുമ്പോ ഈശോ നിന്നെ സ്പർശിക്കും. നീ നിനക്ക് തിരിച്ച് തിരുപ്പ കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവൻ എന്ത് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. പാപങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയോ ഈശോയെ മുൻപ് ശാസ്ത്രമായി വീഴ്ന്നു കഴിഞ്ഞ് പറയുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലാകും, ഇവൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്, ഇവൾക്ക് അഡ്മിഷൻ കൊടുക്കാം, ഇവൾക്ക് എക്സാമിൽ പാസ്സാക്കാം, ഇവൾക്ക് കടവധ മാറ്റി തരാം, ഇവരുടെ മൗലിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാക്കി തരാം, ഇവരുടെ ജപ്തി മാറ്റാം, ഇവരുടെ മകനുക്ക് എക്സാം എഴുതുമ്പോൾ കൂടെ നീക്കാം എന്നുള്ള 10 തവണ കിരിവ് ഇറങ്ങി വരും. എപ്പോ സാക്ഷാത്ത് വീഴ്ന്ന് പാവത്തെ ഏറ്റു പറഞ്ഞ് ആരാധിക്കുമ്പോൾ സ്പർശിക്കുമ്പോൾ. അതാണ് അവൾ ചെയ്തത്. അപ്പോൾ നിന്റെ വിശ്വാസം ഞാൻ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഈശോ നിന്നെ കുറിച്ച് പറയുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിൽ നിന്ന് വിമുക്തരായിരിക്കുക. അപ്പൊ ഈശോ പറയും സമാധാനത്തോടെ പോവുക. അപ്പൊ എക്സാം എഴുതാൻ പോവുക, സമാധാനത്തോടെ പോവുക, സന്തോഷത്തോടെ പോവുക, സമാധാനത്തോടെ പോവുക, ടെൻഷൻ ഇല്ലാതെ പോവുക. ടെൻഷൻ ഉണ്ടെങ്കിൽ വിശ്വാസം കുറവ്. സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, അങ്ങനെ സമർപ്പിക്കുക, പോവുക, പാസ്സാവും, എഴുതാൻ പറ്റും. അതേപോലെ ജോലി നേടി എങ്ങനെയും പോ, ഈശ്വരനെ സ്പർശിക്കും. വീട് പണി തുടങ്ങ്, എന്നെ സ്പർശിക്കും, ലോണി കിട്ടും, ജപ്തി മാറും. ഇതെല്ലാം സമാധാനത്തോടെ പോകാനുള്ള വഴികൾ ദൈവം ഒരുക്കി തരും. ചിന്തിക്കുക, വിചാരിക്കുക, സ്പർശിക്കുക. ചിന്തിക്കുക, വിചാരിക്കുക, സ്പർശിക്കുക. ചിന്തിക്കണ ഈ വെയിലില്ല തലച്ചോറിലാണ്, വിചാരിക്കണ ഇഷ്ടമാണ്, അതാ വിചാരിക്കണ ഇഷ്ടം. അപ്പൊ ചിന്ത, ഇഷ്ടം, അടുത്തത് തൊടുതൽ.
അപ്പൊ ചിന്തിക്കുക, വിചാരിക്കുക, സ്പർശിക്കുക. അപ്പൊ ഇന്ന് മുതൽ ഈശോയെ എപ്പോഴും എന്റെ പീഡന സമയങ്ങളിലും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും സകലങ്ങളിലും ഞാൻ ഈശോയെ കുറിച്ചുള്ള ആ ചിന്ത, ഈശോയെ കുറിച്ചുള്ള വിചാരണ, ഈശോയെ കുറിച്ചുള്ള സ്പർശനം, ഇത് മൂന്നും എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും 3 നിയമങ്ങൾ ഓർക്ക് ഈശോപ്പെ ഇറങ്ങി വരാൻ പോകാം. ആ 3 നിയമങ്ങളെയും ദൈവങ്ങളിൽ സാധിച്ചു തരട്ടെ എന്ന് കുമാരൻ പാട്ട് പാടും. ആ സമയങ്ങളിൽ ഈശോ ഇറങ്ങി വരും. ദൈവങ്ങളെ സമർത്ഥമായി ഇറങ്ങിയിട്ട് വിചാരിക്കുക, ദൈവങ്ങളെ ചിന്തിക്കുക, വിചാരിക്കുക, സ്പർശിക്കുക. ദൈവങ്ങളെ സ്പർശിക്കട്ടെ, ദൈവങ്ങളെ സമർത്ഥമായി ഇറങ്ങിയിട്ട്